വീണ്ടും തിരച്ചിൽ വിവരങ്ങളിലേക്കാണ്. ചൂരൽമലയിൽ നിന്നും ദീപക് മലയമ്മയുണ്ട്. ദീപക്, ഇന്നിപ്പോൾ നടക്കുന്ന തിരച്ചിൽ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ്. അപ്പോൾ ഇനിയും അവിടെ മൃതദേഹങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന അനുമാനത്തിൽ ചൂരൽമലയിലെ കാഴ്ച എന്താണ്? ഞാൻ നിൽക്കുന്നത് ചൂരൽമല അവരുടെ ഗ്രാമത്തിൽ അവരുടെ കടമുറികളൊക്കെ നിന്നിരുന്ന ആ പ്രദേശത്താണ്. അതിൻ്റെ ഒരു സ്വഭാവം ഇപ്പോൾ ഈ നിലയിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് ഏതാണ്ട് കാൽമുട്ടിന് ഓളം മണ്ണടിഞ്ഞിരുന്ന ഒരു പ്രദേശത്തെ ഈ നിലയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പുറകുവശത്തു കൂടിയാണ് ഉരുൾ പൊട്ടിയൊഴുകി ആ നാടിനെ ഒന്നടക്കം തുടച്ച് നീക്കി കൊണ്ടുപോയിട്ടുള്ളത്. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകൾ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. 6 കേന്ദ്രങ്ങളാണ് ഞാൻ രാവിലെ മുതൽ പറഞ്ഞതുപോലെ 6 കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അത്തരത്തിൽ പരിശോധനകൾ നടക്കുന്നത്. അതിൽ തന്നെ ഇന്നിപ്പോൾ വില്ലേജ് റോഡ് പരിസരത്ത് നിന്ന് അത്തരത്തിൽ മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ കണ്ടെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് കാര്യമായ രീതിയിൽ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയുകയും ചെയ്തിട്ടില്ല. ഈ ഒരു മേഖല എന്ന് പറയുന്നത് നമ്മൾ ബെയിലി പാലത്തിൻ്റെ താഴെ ഭാഗമാണ്. അവിടെ ഈ വെള്ളം ഒലിച്ചുപോയ പുന്നപ്പുഴയിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് പോലും രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി കാണാൻ സാധിക്കും. മരങ്ങൾ ഉൾപ്പെടെ വന്നടിഞ്ഞ ഭാഗമെന്ന് പറയുന്നത് വലിയ രീതിയിൽ മരക്കഷ്ണങ്ങളൊക്കെ വന്നടിയുകയും അവിടെ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ആളുകൾ കുടുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചുള്ള പരിശോധനയുമാണ് നടക്കുന്നത്. മറുവശത്ത് മറുകരയിലും സമാനമായ രീതിയിൽ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നത് കാണാൻ സാധിക്കും. ഈ ഒരു മേഖലയിൽ ഒന്നടങ്കം അത്തരത്തിൽ ഹിറ്റാച്ചികളും JCBകളും നിരന്നു നിന്ന ജോലി പുരോഗമിക്കുന്നുണ്ട്. രാവിലെ തന്നെ ഐബോർഡ് പരിശോധനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സിഗ്നലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന ഈ മേഖലയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അവിടെ കുഴിച്ചു നോക്കിയടക്കം പരിശോധനകൾ നടത്തി. പക്ഷേ അവിടെ നിന്നും കൃത്യമായൊരു റിസൾട്ടിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ചേർന്ന മന്ത്രിതല ഉപസമിതി യോഗത്തിന് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നാളെ മുതൽ മീൻമുട്ടി മേഖല മുതൽ പോത്തുകല്ല് വരെയുള്ള പ്രദേശത്ത് വ്യാപകമായ തിരച്ചിലിനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതായത് ചാലിയാറിലൊക്കെ കഴിഞ്ഞ ദിവസം നിരവധിയായ മൃതദേഹങ്ങൾ കണ്ടെത്തുകയും മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ വിപുലമായ ഒരു ചർച്ച നടത്താൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും NDRFും ഒക്കെ ആയിരിക്കും അതിന് നേതൃത്വം നൽകുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇത്തരം പ്രവർത്തികളൊക്കെ നടക്കുമ്പോൾ തന്നെ മറുവശത്ത് നമുക്ക് ബെയിലി പാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഓരങ്ങളിൽ കൂടുതൽ ഉറപ്പുവരുത്തുന്ന നടപടിക്രമങ്ങളും പുരോഗമിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കൂടുതൽ തെരച്ചിലുകൾ ക്രമേണ അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ മറുകരയിലേക്ക് പോകാൻ വാഹനങ്ങൾക്ക് ഉൾപ്പെടെ പോകാനുള്ള സംവിധാനങ്ങൾ ഒന്നുകൂടി ശക്തിപ്പെടുത്തുന്ന നടപടികളും അതേസമയം തന്നെ മറുവശത്ത് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മരണനിരക്ക് 400-ന് മുകളിലേക്ക് പോകുന്ന ഘട്ടത്തിൽ പോലും ഇപ്പോഴും ഏതാണ്ട് 180ഓളം ആളുകൾ കാണാമറയത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് സർക്കാർ തന്നെ പറയുന്നത്. അതുകൊണ്ട് ആ ആളുകളെ കൂടി കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യം വലിയ രീതിയിൽ മുന്നിലുണ്ട്. ഈ തെരച്ചിൽ എപ്പോൾ അവസാനിപ്പിക്കും എന്നുള്ളത് സംബന്ധിച്ച് ഒരു ആലോചന പോലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് മന്ത്രി കെ രാജൻ നേരത്തെ പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ ദൗത്യം ഈ 6 സോണുകളായി തിരിച്ചുകൊണ്ട് ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. വിവിധ സേനാ വിഭാഗങ്ങൾ ഒപ്പം തന്നെ സന്നദ്ധ സംഘടനാ വളണ്ടിയർമാരൊക്കെ തന്നെ ഈ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന് സമാനമായ രീതിയിൽ വലിയ പ്രതികൂലമല്ലാത്ത നിലയിലേക്ക് നിൽക്കുന്നത് ഇത്തരം ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഗുണകരവുമാണ്. എന്തായാലും ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ അല്ലെങ്കിൽ ഈ മേഖലയിലുണ്ടായിരുന്നവർ അവർക്ക് ഉറ്റവരെ നഷ്ടപ്പെട്ടവർ പ്രതീക്ഷിച്ചതുപോലെ എളുപ്പത്തിൽ ആളുകളെ കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതിവിശേഷമുണ്ട്. എങ്കിൽ പോലും തിരച്ചിൽ വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട്. നമുക്ക് ഈ മേഖല ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന മേഖലയിലൊക്കെ ക്ഷേത്രമുണ്ടായിരുന്ന പരിസരമാണ് നമ്മൾ കാണുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുൻവശത്തൊക്കെ പൂർണ്ണമായും മണ്ണ് ഇളക്കി മറിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നും നമുക്ക് ആരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു പക്ഷേ ഒഴുകിപ്പോയേക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് ഇപ്പോഴും അധികൃതരൊക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് ഈ മേഖലയിലൊക്കെ പരിശോധനകൾ ഇപ്പോഴും നടത്തുന്നുണ്ട് എങ്കിൽ പോലും അതിൻ്റെ സാധ്യതകൾ എത്രത്തോളമാണ് എന്നുള്ള സംശയം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കൃത്യമായ രീതിയിൽ തന്നെ ഏകോപനത്തോടു കൂടി തന്നെ ഇവിടെ പരിശോധനകൾ നടക്കുന്നുണ്ട്. ഏതെങ്കിലും മനുഷ്യരെ അത്തരത്തിൽ കണ്ടെത്താൻ കഴിയുമെങ്കിൽ അവരെ കണ്ടെത്തുമെന്നുള്ള ഉറപ്പ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് പറയാനും സാധിക്കും. ശരി, ചൂരൽമലയിൽ നിന്നാണ് ഇപ്പോൾ ദീപക് മലയമ്മ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.